ഹായ്, മറ്റൊരു മൂവി സജഷനുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഒരു സീരിയൽ കില്ലർ അയാൾ തന്റെ ക്രൈം വിറ്റ്നസ് ചെയ്ത ഒരു പെൺകുട്ടിയെ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്. എന്ത് ക്ലീശയാണല്ലേ. ക്ലീശ ആയാനെ ഇതിന്റെ മേക്കേഴ്സ് സ്ക്രിപ്റ്റ് നേരെ ചൊവ്വേ പണിയെടുക്കുകയും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആംഗിൾസ് ആഡ് ചെയ്യുകയും ചെയ്തില്ലായിരുന്നു. അതായത് നമ്മുടെ ഈ പെൺകുട്ടി ചെവി കേൾക്കാൻ കഴിയാത്ത ആളാണ്. എന്നിട്ടും പറ്റുന്ന പോലൊക്കെ എഫേർട്സ് എടുത്ത് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവളുടെയും ഇതൊരു ഫുൾ ഓൺ ചാലഞ്ച് ആയിട്ട് എടുത്ത് അവളുടെ പുറകെ കൂടുന്ന നമ്മുടെ കില്ലറിന്റെയും പിന്നെ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റു ചിലരുടെയും വെറും ഒരു രാത്രിയത്തെ കഥ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന രീതി പറയുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം ചെയ്തിട്ട് വന്നോളൂ. നമുക്ക് വേഗം തന്നെ മൂവിയിലേക്ക് പോവാം. ഒരു സ്റ്റോറി ത്രെഡ് അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ലൈൻ ഇങ്ങനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നുന്ന എന്തുമാത്രം സിനിമകളുണ്ടല്ലേ. സീരിയൽ കില്ലർ മൂവീസ് തന്നെ നമ്മൾ എന്തുമാത്രം കാണുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലോട്ട് ലൈൻ എടുത്ത് അതിന്റെ സ്ക്രിപ്റ്റ് നല്ലപോലെ വർക്ക് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടുള്ള മൊമെന്റ്സിൽ ഇങ്ങനെ ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് അടുത്ത എന്താവും എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് 2021 വന്ന മിഡ് നൈറ്റ് എന്ന് പറയുന്ന കൊറിയൻ സൈക്കോളജിക്കൽ ത്രില്ലർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സീരിയൽ കില്ലർ ഒരു ചെവി കേൾക്കാത്ത പെൺകുട്ടി ഒരു രാത്രി മുഴുവൻ ഹണ്ട് ചെയ്യുന്നതാണ് ഈ മൂവിയുടെ ബേസിക് പ്ലോട്ട്. അപ്പൊ ഇത് അവളുടെ സർവൈവലിനുള്ള അറ്റംപ്റ്റിന്റെ കഥ കൂടെയാണ് പറയുന്നത്. അത് നമുക്ക് നല്ലപോലെ കണക്ട് ആവണേൽ എന്ത് വേണം? കറക്റ്റ് പോയിന്റ്സ് നമുക്കൊരു ഹോപ്പ് ഫീൽ ചെയ്യണം. ആ ഒരു പ്രതീക്ഷയും അടുത്ത് വരുന്ന സീൻസ് കണ്ട് പേടിയും അതിങ്ങനെ മാറി മാറി വരുമ്പോഴാണ് ഒരു പ്രോപ്പർ ത്രില്ലർ ഉണ്ടാവുന്നത്. അത് തന്നെയാണ് മിഡ് നൈറ്റിന്റെ കാര്യത്തിൽ നടക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഒരു BPO സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെഫ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ പുള്ളിക്കാരുടെ വർക്ക് ലൈനും അങ്ങനെയാണ്. അതായത് പുള്ളിക്കാരിയെ പോലെ തന്നെ ഡെഫ് മ്യൂട്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് വീഡിയോ കോൾ വഴി സൈൻ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് അവൾ ക്വയറീസും കംപ്ലൈൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അവൾക്ക് ഫാമിലി എന്ന് പറയുന്ന ആകെയുള്ളത് അമ്മ മാത്രമാണ്. നമ്മളെല്ലാവരെയും പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞ മോക്ക് തിരിച്ചും ജീവനാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാത്രമുള്ള ഒരു കുഞ്ഞ് ഹാപ്പി ലൈഫ്. ഒരു ദിവസം രാത്രി നമ്മുടെ സിനിമാ പേരിലെ മിഡ് നൈറ്റ് ഇല്ലേ, ആ രാത്രി ഹീറോയിനും അമ്മയും കൂടെ രണ്ടുപേരുടെയും ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ അമ്മയെ ഒരിടത്ത് നിർത്തിയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോയ ഹീറോയിൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഒരു തെരുവിനകത്തുനിന്ന് ഒരു പെൺകുട്ടി സഹായം ചോദിക്കുന്നതാണ്. ഈ പെൺകുട്ടി ആരോ കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ ഹീറോയിന്റെ അവസ്ഥ ഊഹിക്കാലോ. ചെവി കേൾക്കാത്ത കുട്ടിയാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ബട്ട് പേടിക്കുന്ന എല്ലാ റീസണും ഉണ്ടായിട്ടും അവൾ ആ സഹായം ചോദിക്കുന്ന പെൺകുട്ടിയെ സഹായിക്കാനാണ് തീരുമാനിക്കുന്നത്. ഈ ഉപദ്രവിച്ചേക്കണ ആരാന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം സീരിയൽ കില്ലർ. അദ്ദേഹം ഉടനെ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടും. കില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കുനലിലെ വാസുവണ്ണനെ പോലെയൊന്നും അല്ല, കുഞ്ചാക്ക ബോബനെ പോലെ ഒരു ചുള്ളനാണ്. ആൻഡ് ആരെയും ഏത് സിറ്റുവേഷനിലും കൊല്ലാനുള്ള മൈൻഡും അപാര ബുദ്ധിയുണ്ടെന്ന് മാത്രമല്ല, രണ്ടുപേരെയൊക്കെ നിസ്സാരമായിട്ട് കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സിഗരറ്റ് വലിച്ച് പോലീസിന്റെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കാനും അവരെ സുഖമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഫ്രോഡും കൂടെയാണ് പുള്ളി. ഇതുപോലെ ഒരാളാണ് നമ്മുടെ ഈ കുറച്ച് പരിമിതികളൊക്കെയുള്ള നായികയെ ഇന്ന് രാത്രി മുഴുവനും ചേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഹണ്ടിങ്, ഒരു ദയോ ഇല്ലാത്തൊരു ബ്രൂട്ടൽ ക്രിമിനലിന്റെ ഹണ്ടിങ്, അത് നമ്മുടെ നായിക എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്നും അമ്മയും മോളും എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നെന്നും ഈ ഓൾറെഡി ഉപദ്രവിക്കപ്പെട്ട ഒരു ഭാവി എന്താവും എന്നൊക്കെ നമ്മളെ നല്ലപോലെ ത്രില്ലടിപ്പിച്ചിരുത്തി കാണിക്കുന്ന രീതിയാണ് ഈ സിനിമയുടെ പോക്ക്. ഭാവി എന്താവും എന്ന് കാണാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് വരെ ഇരിക്കേണ്ടി വരുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതൊരു കൊറിയൻ മൂവി ആണെന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഭൂരിഭാഗം മലയാള സിനിമയെ പോലെ ശുഭപര്യാസായി ആയിക്കൊള്ളാന്ന് കൊറിയൻ മൂവി യാതൊരു നിർബന്ധവും ഇല്ലെന്ന് അത് സ്ഥിരമായിട്ട് കാണാൻ ശ്രമിക്കുന്നവർക്കും അറിയാലോ. അപ്പൊ ലാസ്റ്റ് വരെയും തീർന്നിരുന്ന് കണ്ടാൽ തന്നെ എങ്ങനെ കഥ അവസാനിക്കുന്നു നമുക്ക് പറയാൻ പറ്റും. സ്ക്രിപ്റ്റ് കഴിഞ്ഞ അടുത്ത് വളരെ നീറ്റായിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ സിനിമാറ്റോഗ്രാഫി. രാത്രിയാണല്ലോ കഥ കംപ്ലീറ്റ് നടക്കുന്നത്. ഇരുട്ടി നടക്കുന്ന സീൻസ് ഉണ്ട്, അതേപോലെ തന്നെ മങ്ങിയ വെളിച്ചത്തിൽ നല്ല വെട്ടത്തിൽ നടക്കുന്ന സീൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നാത്ത രീതിയിൽ ഓരോ സീനിന്റെയും മൂഡ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്ന തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അപ്രീഷ്യബിൾ ആണ് ടെക്നിക്കൽ സൈഡ്, ഇൻക്ലൂഡിങ് സൗണ്ട് ഡിസൈൻ ആൻഡ് ആർട്ട്. ഇനി പെർഫോമൻസ്. അതിപ്പോ ഈ മെയിൻ റോൾ ചെയ്തേക്കുന്നത് നമ്മുടെ നായികയും സീരിയൽ കില്ലറും മാത്രമല്ല, വരുന്ന ഓരോ ക്യാരക്ടേഴ്സും തകർത്തേക്കുമാണ്. അതിന് മേളിലോട്ട് എന്തെങ്കിലും നല്ല വാക്ക് പറയാൻ കിട്ടിയാലേ ഉള്ളൂ. സിനിമ എടുക്കുന്നവർക്ക് ഒരു ഉദ്ദേശം കാണുമല്ലോ, ഓരോ സീനിൽ അത് കാണുന്ന ആൾക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടതെന്ന്. അതിനിപ്പോൾ അവർ എത്ര നന്നായിട്ട് എഴുതി വെച്ചാലും ഷൂട്ട് ചെയ്ത് വെച്ചാലും ഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് അത് തരുന്ന ആരാണ്? അത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരാണ്, ആ ആക്ടേഴ്സ് ആണ്. ടുവേർഡ്സ് ദെൻ നമ്മുടെ നായികയുടെ ഒരു സീക്വൻസ് ഉണ്ട്. ശരിക്കും ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം നോക്കി ജിൻകി ജു എന്ന് പറയുന്ന ആ ആക്ട്രസോ അല്ലെങ്കിൽ ആ അമ്മയുടെ റോള് ചെയ്തേക്കുന്ന നടിയോ ശരിക്കും ഒരു ഡെഫ് ഓർ മ്യൂട്ട് ആണോ എന്നാണ്. നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്ത് വില കുറച്ച് കാണുന്ന പോലെ ആവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് തന്നെ ഫിലിം കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. ആൻഡ് ഒരു ഫൺ ഫാക്ടേഴ്സ്, ഈ പുള്ളിക്കാരി ആക്ടിങ് ആൻഡ് മോഡലിംഗിലേക്ക് വരുന്നതിന് മുന്നേ സാംസങ്ങിലെ ഒരു എംപ്ലോയി കൂടെ ആയിരുന്നു. അത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ.
ഇനിയിപ്പോ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി, ഇതൊരു പെർഫെക്റ്റ് മൂവി ആണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. 10 ഔട്ട് ഓഫ് 10 എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും നല്ലത് മാത്രം തോന്നുന്ന ഒരു ഫിലിം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ്, ലോജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ്, അങ്ങനെയൊക്കെ വേണേൽ നമുക്ക് മാർക്ക് ചെയ്യാം. ചില നേരത്ത് സൗത്ത് കൊറിയ പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടൊരു സൊസൈറ്റിയിൽ ആൾ നിറഞ്ഞൊരു സ്ട്രീറ്റിനെ നടക്കൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ഹെവിലി പോസിറ്റീവ്സ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, കൊറിയൻ ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം മിഡ് നൈറ്റ്. ആൻഡ് ഓൾറെഡി കണ്ടിട്ടുള്ള മൂവി ലവേഴ്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് കാണാത്തവർ കണ്ടു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് പറയാൻ നോക്കണേ. മൂവി പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു മൂവി ആയിട്ട് വരുന്നവരെ ബൈ.